ക്ലൗഡ് സ്റ്റോറേജുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത്. നമുക്കറിയാം, ഗൂഗിൾ ഡ്രൈവ് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി 15 GB വരെ തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ജിമെയിൽ ഐ ഡി അക്കൗണ്ട് ഉപയോഗിക്കുന്നു അതിനൊക്കെ 15 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് നൽകും. അതിനപ്പുറത്തേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ഒന്നിൽ കൂടുതൽ 2, 3 ഒക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ 15 GB ഫുള്ളായി കഴിഞ്ഞാൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ ഈ 15 GB നമ്മൾ ഡിഫോൾട്ട് അക്കൗണ്ടിൽ തന്നെ എക്സ് ചെയ്ത് വീണ്ടും 15 GB വീണ്ടും 15 GB അങ്ങനെ നിരവധി സ്റ്റോറേജുകൾ ഫ്രീ ആയിട്ട് തന്നെ നേടുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് പോലെയുള്ളവരൊക്കെ ഫോളോ ചെയ്യുക. അതുവഴിയും ഇങ്ങനെയുള്ള ടിപ്പുകളും ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ എങ്ങനെ നമുക്ക് ഫ്രീ ആയി എക്സ്ട്രാ GB നേടാമെന്ന് നോക്കാം. അതിനു മുൻപ് ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ച് കൃത്യമായി അറിയാത്തവർക്ക് ചെറിയൊരു വിശദീകരണം കൂടി നൽകുകയാണ്. ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് 15 GB വരെ ഓൺലൈനായിട്ട് സ്റ്റോർ ചെയ്യാൻ, നിങ്ങളുടെ ഫയലുകളോ അതല്ലെങ്കിൽ കോൺടാക്റ്റുകളോ അങ്ങനെ എന്തും 15 GB വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത്. അത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്കതിന് 15 GB ലഭിക്കും. ഐഫോണിലാണെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും അതിനുമൊത്തം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഡ്രൈവിൽ സ്റ്റോറേജ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോൺ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാകുക, അതല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് ചേഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് മൾട്ടിപ്പിൾ ഡിവൈസ് ഒരേ സമയം ഒരേ ഫയലുകളൊക്കെ ഓപ്പൺ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിരവധി ഫീച്ചറുകൾ അടങ്ങിയ ഒരു ഓപ്ഷനാണ് ഈ ഒരു ഡ്രൈവിലേക്ക് നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ വാട്സപ്പിൻ്റെ ബാക്കപ്പ് അങ്ങനെയുള്ളതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പഴയ ഫോണിലേത് അതേപടി നിങ്ങളുടെ പുതിയ ഫോണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള ഫീച്ചറുകൾ അടങ്ങിയ ഒന്നാണ്. ഞാൻ ചെറിയ രീതിയിൽ അറിയാത്ത നിഷ്കളങ്കർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് കൂടുതൽ സ്റ്റോറേജുകൾ ഗൂഗിൾ ഡ്രൈവിൽ ഫ്രീ ആയി ലഭിക്കുന്നതെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ കൂടുതലായതിനാൽ ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലാണ് നിങ്ങൾക്കിതിനെ പരിചയപ്പെടുത്തുന്നത്. ഐഫോണിലും സെയിം മെത്തേഡ് തന്നെയാണ്, ചെറിയ ഓപ്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതെന്ന് മാത്രം. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഇൻബിൽഡായിട്ട് നമുക്കുണ്ടാവും. അപ്പോൾ അതിനെ ഓപ്പൺ ചെയ്യുക. ഐഫോണിലാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 15 GB വരെയാണ് സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 15 GB വരെ ഫ്രീ ആയിട്ടുണ്ട്. ഞാനിതിലധികം ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ മറ്റു അക്കൗണ്ടുകളിലൊക്കെ ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ തന്നെ നമുക്ക് ഇനിയും ഫ്രീ ആയിട്ട് 15 GB, അത് കഴിഞ്ഞാൽ വീണ്ടും 15 GB എക്സ്ട്രാ ആഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഹോം സ്ക്രീൻ ഇങ്ങനെയായിരിക്കും കാണുക. ഇവിടെ ആയിട്ട് ഷെയർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ സെലക്ട് ചെയ്യുക. അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഫോൾഡർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം പുതിയൊരു ഫോൾഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള പേര് നൽകാം. ശേഷം ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്ത് പുതിയ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം പുതിയൊരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഫയൽസ് എന്നുള്ള ഭാഗത്താണ് ഈ ഒരു ഫോൾഡർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൾഡറിന് നേരെ കാണുന്ന 3 ഡോട്ടിൽ സെലക്ട് ചെയ്യുക. 3 ഡോട്ടിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു മെയിൽ ഐ ഡി ഉണ്ടല്ലോ, അഥവാ നിങ്ങൾ 2 മെയിൽ ഐ ഡികൾ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ മെയിൽ ഐ ഡി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു മെയിൽ ഐ ഡി ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ മെയിൽ ഐ ഡി ജാബിർ ടെസ്റ്റ് എന്നുള്ളതാണ്. ഇനി പുതിയ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്യുകയാണ്. മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിതിനെ സെൻഡ് എന്നുള്ളത് കൊടുത്ത് ആ ഒരു മെയിലിലേക്ക് ഇതിനെ സെൻഡ് ചെയ്തു. അപ്പോൾ സെൻഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. ആദ്യമായി ഉപയോഗിക്കുമ്പോൾ അവിടെ എഡിറ്റർ അല്ല ഉണ്ടായിരിക്കുന്നത്, റെസ്ട്രിക്ഷൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ റെസ്ട്രിക്ഷൻ നീക്കേണ്ടതുണ്ട്. നീക്കാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് എഡിറ്റർ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. അങ്ങനെ എഡിറ്റർ എന്നുള്ളത് ചൂസ് ചെയ്തുകൊണ്ട് സെൻഡ് കൊടുക്കുക. അപ്പോൾ സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ആ ഫോൾഡർ വീണ്ടും ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എംപ്റ്റി ആയിരിക്കും കാണുന്നത്. ശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഫോൾഡറിൽ നിന്നുകൊണ്ട് തന്നെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായ ഫയൽ എന്താണോ അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. 15 GB വരെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഉദാഹരണത്തിനൊന്ന് കാണിക്കുന്നു എന്ന് മാത്രം.
കണ്ടില്ലേ? ഇതേ രീതിയിൽ എത്ര വേണമെങ്കിൽ 15 GB വരെ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിലേക്കും ഷെയർ ചെയ്യാം. അത് നിങ്ങളുടെ ഷെയർഡ് ഡിസ്കിലും ഡീഫോൾട്ട് ആയിട്ടുള്ളത് നിങ്ങളുടെ ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജിലും കാണിക്കുന്നതായിരിക്കും. അങ്ങനെ പുതിയ പുതിയ ഫോൾഡറുകൾ നമുക്ക് വീണ്ടും ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്ത് ഓരോന്നിന് വീണ്ടും 15 GB അങ്ങനെ നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജുകൾ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു ട്രിക്ക് ഇവിടെ ലഭിച്ചു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉപകാരമായതുപോലെ മറ്റുള്ളവർക്കും ഉപകാരമാകാൻ വേണ്ടി മടിക്കാതെ ഷെയർ ചെയ്യുക. നല്ല രീതിയിൽ എന്നെയും എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്ത് വീഡിയോ ലൈക്കും ആവശ്യമായ കമൻറ്റുകളൊക്കെ നൽകി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക.